ആദ്യം തന്നെ ചിദംബരത്തിന് ഒരു വലിയ നന്ദി. വീണ്ടും ഒരു നല്ലൊരു സിനിമ തന്നതിന്. ഞാൻ ഈ സിനിമ കണ്ടു കഴിഞ്ഞ് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി ഏകദേശം 1 മണിക്കൂറോളം ഞാനൊന്ന് ഇമോഷണൽ സ്റ്റേറ്റിലായിരുന്നു. എനിക്ക് ആ ഇമോഷണൽ സ്റ്റേറ്റ് എനിക്ക് വിട്ട് മാറാൻ ഞാൻ ഭയങ്കര സമയമെടുത്തു. ആ 1 മണിക്കൂറെടുത്തു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പോഴും അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. ഒരു നല്ലൊരു സിനിമ കണ്ടിറങ്ങിയതിൻ്റെ അത്രയും ഒരു ഫിലിം എന്തൂസിയാസ്റ്റാണ് ഞാൻ. എനിക്ക് അത്രയും സിനിമയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വളരെ വലിയൊരു കാര്യമാണ്. അപ്പോൾ നല്ലൊരു സിനിമ കണ്ടിറങ്ങിയപ്പോൾ ഉള്ള എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതായിരുന്നു. അതിന് ചിദംബരത്തിന് വീണ്ടും നന്ദി. വീണ്ടും നല്ലൊരു സിനിമ തന്നതിന്. എന്താ പറയുക, ഒരു ഞാനിപ്പോഴും അതിൻ്റെ ഒരു ഇതിൽ നിന്ന് മാറിയിട്ടില്ല. ഇന്ന് ആ സിനിമ കണ്ടിട്ട് നല്ല സിനിമ എടുക്കാൻ ഇവിടെ കഴിയാഞ്ഞിട്ടല്ല ആൾക്കാർ ഇവിടെ കൂറപ്പടങ്ങൾ എടുക്കുന്നത്. ഈ സീക്രട്ട് ഓഫ് കലിംഗയും മറ്റേതും മറിച്ചതൊക്കെ കഴിഞ്ഞ വീക്കിലൊക്കെ ഇറങ്ങിയ ഓരോ പടങ്ങളൊക്കെ ഞാൻ പോയി കണ്ടപ്പോൾ എന്തിനാ ഇങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ആൾക്കാർ എൻ്റർടൈൻ ചെയ്യാൻ പടങ്ങൾ എടുക്കണേ? സിമ്പിളായിട്ട് തിങ്ക് ചെയ്ത് നല്ല വൃത്തിക്ക് എടുത്ത് വെച്ചുകൂടെ? ചിദംബരം അങ്ങനെ ഒരു പടമാണ് എടുത്തു വെച്ചിരിക്കുന്നത്. എസ്പെഷ്യലി പറയാനാണെങ്കിൽ ആ ചെറുക്കൻ എവിടെ നിന്നാ ആ ചെറുക്കൻ വന്നത്? ചെറുക്കൻ എവിടെ നിന്ന് പൊട്ടിമുളച്ചിപ്പോ? ഞാൻ അക്ഷരാർത്ഥത്തിൽ ഞാൻ ഞെട്ടിപ്പോയി ആ ചെറുക്കൻ്റെ അഭിനയം കണ്ടിട്ട്. എടാ, നമുക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റും. അതിനകത്ത് ഓരോ ക്യാരക്ടേഴ്സിനെയും നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ജീവിതത്തിൽ പലയിടത്തും കണ്ടിട്ടുള്ള പല മുഖങ്ങളുമായിട്ട് ആ ക്യാരക്ടേഴ്സിന് സാമ്യമുണ്ട്. അതാണ് ഇതിൻ്റെ ക്യാരക്ടർ കാസ്റ്റിങ്ങിലുള്ള ഏറ്റവും വലിയൊരു കാര്യം. പിന്നെ സ്റ്റോറി, ജിത്തു മാധവൻ, വാവ് വാവ്, ഒന്നും പറയാനില്ല. ജിത്തു മാധവൻ്റെ സ്ക്രിപ്റ്റ് അന്യായം. ഇതിൽ ക്ലൈമാക്സിലൊക്കെ അടുക്കുമ്പോൾ ഉള്ള ഒരു സർപ്രൈസ് എലമെന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനെപ്പറ്റി ഞാൻ ഒന്നും പറയുന്നില്ല, സ്പോയിലർ ആയിപ്പോ. നിങ്ങൾ പോയി കാണുക. എല്ലാവരും ഉടനെ തന്നെ അടുത്തുള്ള തിയേറ്ററിൽ പോയി, അടുത്തുള്ള തിയേറ്ററിൽ, ഈ സിനിമ ഓടുന്ന തിയേറ്ററിൽ പോയി ഉടനെ തന്നെ ടിക്കറ്റ് എടുത്ത് കാണുക. ഈ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഓരോ തെണ്ടികളുണ്ടിരുന്ന് ഓരോന്നൊക്കെ വീഡിയോ ആക്കിയിട്ടിടും, സ്പോയിലർ ആക്കിയിട്ടിടും. അതൊന്നും കിട്ടാതിരിക്കാൻ നിങ്ങൾ ഉടനെ തന്നെ പോയി കണ്ട് തൃപ്തി അടയുക. പിന്നെ മെയിനായിട്ട് എനിക്ക് പറയാനുള്ള ഇതിനകത്ത് മെയിനായിട്ടുള്ളൊരു ക്യാരക്ടർ അമ്മച്ചി. ആ ഒരു ഫസ്റ്റ് ഹാഫിലൊരു അമ്മച്ചി ട്രെയിലറിലൊക്കെ കാണിക്കുന്നുണ്ട്, ഒരു അമ്മച്ചി ഉണ്ട്. ഈ അമ്മച്ചി അന്യായ പെർഫോമൻസ് ഡേ എന്ന് വെച്ചാൽ ഞാൻ പറയുന്ന എക്സ്ട്രാ ഓർഡിനറി ഷീലയെ പോലെയോ അല്ലെങ്കിൽ സുകുമാരിയെ പോലെയുള്ള പെർഫോമൻസ് എന്നല്ല. എടാ, ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ള ആൾക്കാരെ, അങ്ങനെയുള്ള അമ്മച്ചിമാരെ അപ്പച്ചന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ ലൈഫിൽ അങ്ങനെയുള്ള ആൾക്കാരെ കടന്നു വന്നിട്ടുണ്ട്. അപ്പൊ എനിക്കറിയാം ഇവരെങ്ങനെയാണ് ബിഹേവ് ചെയ്യാന്ന്. ഇവരുടെയൊക്കെ ഒബ്സർവേഷൻ, ഈ ചിദംബരമൊക്കെ ഈ സിനിമ എടുത്ത് വെച്ചതിൻ്റെയൊക്കെ അവരുടെയൊക്കെ ഒബ്സർവേഷൻ, അതായത് ജിത്തു മാധവനൊക്കെ ഇത് എടുത്തു വെച്ചിട്ടുണ്ടാവുമെങ്കിൽ എന്തുമാത്രം അവർ ഒബ്സർവ് ചെയ്തിട്ടുണ്ടാവണം. ഇങ്ങനെയുള്ള ആൾക്കാർ, സമൂഹത്തിലുള്ളവരെ ഇവർ കണ്ട് എന്തുമാത്രം ഒബ്സർവ് ചെയ്തിട്ടുണ്ടാവണം. ആ ഒബ്സർവേഷൻ അതാണ് ഞാനിവിടെ പറയാൻ നോക്കുന്നത്. കാര്യം ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ള ആൾക്കാരെ. അതിനെ കറക്റ്റ് എന്താ പറയുക, ഇതിലോട്ട് പകർത്തുക എന്ന് പറയുന്നത് വലിയ എന്താ പറയുക, ഒരു കഴിവ് വേണ്ട ഒരു കാര്യമാണ്. അത് ഇവർ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്, ഒന്നും പറയാനില്ല. പിന്നെ മെയിൻ നമ്മുടെ ലാലിൻ്റെ മോനുണ്ടല്ലോ, ജീൻ പോൾ ലാൽ, പുള്ളി എന്തുവാടെ ഇത്. എസ്പെഷ്യലി ഇതിനകത്ത് പറയാനുള്ള ആർട്ട് ടീമിൻ്റെ, ഇതിനകത്ത് ആർട്ട് ചെയ്തിരിക്കുന്ന ആരായാലും എൻ്റെ അമ്മോ, ടോപ്പ് നോച്ച്. ആ മഞ്ഞുമൽ ബോയ്സിന്റെ ടീംസ് തന്നെ ആയിരിക്കണം ചെയ്തത്, അത് അല്ലെങ്കിൽ ഇങ്ങനെ വരില്ല. കാര്യം അത്രയ്ക്കും കിടിലനായിട്ട് ആർട്ട് ചെയ്തിട്ടുണ്ട്. മേക്കപ്പ് ആയാലോടെ ഞാൻ വിചാരിച്ചു പോയി ഈ ജീൻ പോൾ ലാലിനെയും അതേപോലെ തന്നെ ഈ ചെറുക്കനെയും ഇവരെയൊക്കെ ഈ പടം ഒരു ടൈം ഷിഫ്റ്റ് കാണിക്കുന്നുണ്ട്. കുറേ നാൾക്ക് മുമ്പുള്ളതും കുറേ കാലം കഴിഞ്ഞ് ഇവരുടെ എല്ലാം ഒരു 10 വർഷം കഴിഞ്ഞിട്ടുള്ളത് കാണിക്കുന്നുണ്ട്. എക്സാക്ട് ടൈം പീരീഡ് പറയുന്നില്ല. അപ്പോൾ ആ ടൈമിൽ വരുന്ന ആൾക്കാർക്ക് വരുന്ന മാറ്റങ്ങൾ ഇവർ കറക്റ്റ് അത് ചെയ്തു വെച്ചിട്ടുണ്ട്. ഞാൻ കൺഫ്യൂസ്ഡ് ആയിപ്പോയി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചത് 10 വർഷം മുന്നേ എടുത്തു വെച്ചിട്ട് പിന്നെ ചെയ്തതായിരിക്കും എന്നെനിക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന തരത്തിൽ ആർട്ട് ടീം ചെയ്തിട്ടുണ്ട്. പിന്നെ ഓരോ സെറ്റ് ഇടുന്നതും, ഓരോ സെറ്റ് ഒരു 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 ലൊക്കേഷൻ കാണിക്കുന്നുണ്ട്. അവിടെ ഒരു ബസ് സ്റ്റാൻഡ്. പിന്നെ ഒരു 10 വർഷം കഴിഞ്ഞ്, എൻ്റെ ഇതിൽ കണക്കിൽ പറയണ 10 വർഷം ആയിരിക്കില്ല, 15 വർഷം ആയിരിക്കാം മേ ബി. എന്ത് തന്നെയായാലും അത്രയും കാലം കഴിഞ്ഞൊരു ബസ് സ്റ്റാൻഡ്, ആ ഒരു സ്ഥലത്ത് ലൊക്കേഷനിൽ ഒരു ബസ് സ്റ്റാൻഡ് വരുമ്പോൾ ഉള്ളൊരു ബസ് സ്റ്റോപ്പ് വരുമ്പോൾ ഉള്ളൊരു സാധനമൊക്കെ ഇവർ ചെയ്തിട്ടുണ്ട്, ആർട്ട് ചെയ്തിട്ടുണ്ട്. പക്ക നാച്ചുറലി ചെയ്തിരിക്കുക. എനിക്കിത് ഒരേ ഒരു സങ്കടം വന്നുള്ളൂ, ഞാൻ ഷേണോയ്സിലാണ് കണ്ടത്. അപ്പോൾ നമ്മുടെ നോർമൽ ഫോർമാറ്റിലാണ് കണ്ടത്. പക്ഷേ ഇത് മറ്റേ PXL ഫോർമാറ്റാണ്.
ഇതിൻ്റെ റേഷ്യോ ഒന്നും എനിക്ക് പറയാൻ അറിയത്തില്ല. നമ്മുടെ ഇതുപോലെ ഡയസിറയും ലോഗയൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഈ PXL ഫോർമാറ്റിൽ. അതിലെനിക്ക് കാണണമെന്നുണ്ടായിരുന്നു. മേ ബി ഞാൻ ഒന്നുകൂടെ പോയി കാണും. നമ്മുടെ മരട് ഫോറമോളിലുണ്ട്. ഫോറമോളിൽ PVRലുണ്ട് PXL ഫോർമാറ്റ്. അപ്പോൾ അവിടെ എനിക്ക് പോയി ഒന്ന് കാണണമെന്നുണ്ട്. മേ ബി ഞാൻ പോയി കാണും. ഒന്നുകൂടെ കാണും. എന്തായാലും ഞാൻ ഒന്നുകൂടെ കാണും. ജീൻ പോൾ ലാൽ, പുള്ളിയെ പറ്റി പറയാനാണെങ്കിൽ പിന്നെ പുള്ളിയുടെ അഭിനയം, പുള്ളിയൊക്കെ നല്ല പോലെ യൂസ് ചെയ്തിട്ടുണ്ട്. പുള്ളിക്കൊക്കെ ഇങ്ങനെ അഭിനയിക്കാൻ കഴിയുമെന്ന് എനിക്ക് പലയിടത്തും പഴയ ലാലിൻ്റെ ആ ഒരു കട്ട്, പുള്ളി ഇങ്ങനെ ഇരുന്ന് നോക്കുന്നതും ചില എന്താ പറയുക ലോങ് ഡിസ്റ്റൻസിൽ നിന്നിട്ട് ആ ഷോട്ടൊക്കെ കാണിക്കുമ്പോൾ ആൾ നോക്കുമ്പോൾ കറക്റ്റ് ലാല് തന്നെ. പക്ക അത് അറിയാൻ പറ്റുന്നുണ്ട്. ലാലിൻ്റെ അഭിനയം എന്നല്ല ഞാൻ പറഞ്ഞത്, ലാലിൻ്റെ ലുക്ക്, അച്ഛൻ്റെ ലുക്ക്, അച്ഛനാണല്ലോ പിന്നെ അച്ഛനെ പോലെ ഇരിക്കും. അപ്പോൾ അത് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ അത് മാത്രമല്ല ആളുടെ അഭിനയം, വാവ്, ഒന്നും പറയാനില്ല, സൂപ്പർ. എല്ലാവരും ഇപ്പം എസ്പെഷ്യലി നടി ഇതിനകത്തെ ആ ബാലൻ്റെ ആ കുട്ടിയുടെ അമ്മയായിട്ട് വരുന്ന മെയിൻ ആയിട്ടുള്ള ക്യാരക്ടർ, പുള്ളിക്കാരിയുടെ ആ ക്യാരക്ടർ അഭിനയിച്ചിരിക്കുന്ന നായിക എന്തോ പാലത്തിങ്കള റസാനയോ റുക്സാനയോ അത് നോക്കണം ഇനി. എന്തോ ഞാൻ വേറെ കണ്ടിട്ടില്ല പുള്ളിക്കാരിയെ. ഞാൻ IMDbയിൽ നോക്കിയപ്പോൾ 2-3 ഇതൊക്കെ കാണിക്കുന്നുണ്ട്, സീരീസും പഴയ സിനിമയൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേ പുള്ളിക്കാരിയെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പുള്ളിക്കാരിയൊക്കെ എത്ര നാൾ എവിടായിരുന്നു? പുള്ളിക്കാരി എവിടായിരുന്നു? പുള്ളിക്കാരിയൊന്നും ആരും നോട്ടീസ് ചെയ്തില്ല. ഇപ്പോഴാണ് അവർക്കൊരു ഇത് കിട്ടിയത്. അവർ അഭിനയിച്ച് നമ്മളെ ഫീൽ ചെയ്യിപ്പിച്ച് കളഞ്ഞു. സിനിമ കണ്ടു കഴിഞ്ഞ് ഞാൻ ഇറങ്ങി ഒരു എന്താ പറയാന്ന് എനിക്കറിയില്ലടോ. എന്താ അത്, ഒരു സാധനം, എനിക്ക് ഒരു കുറ്റവും പറയാനില്ലാത്തൊരു പടം. ഞാൻ ഇതിൻ്റെ ഫസ്റ്റ് റിവ്യൂ ഞാൻ ഈ സിനിമ കണ്ടിറങ്ങി കഴിഞ്ഞ് യൂട്യൂബിൽ നോക്കിയപ്പോൾ ഈ ആറാട്ടെണ്ണനൊക്കെ എന്തോ ഇത് ലാഗാണെന്നൊക്കെ പറയുന്നു. ഈ ആറാട്ടെണ്ണ ഏത് നോക്കി എൻ്റെ വായിൽ നല്ലതൊന്നല്ല വരുന്നു. എന്ത് നോക്കി പടം കാണുന്നത്? അവനൊക്കെ എന്താ വേണ്ടേ? ലാലേട്ടൻ്റെ ആറാട്ടല്ലോ, അത് വേണമെന്നുള്ളവർക്ക് അത് കണ്ടോട്ടെ, കുഴപ്പമില്ല. പക്ഷേ ഇത് ലാഗൊന്നും അല്ലടോ, എൻഗേജിങ്, സീറ്റ് എഡ്ജ് എൻഗേജിങ് പടം, ആബ്സല്യൂട്ട് സിനിമ, പോയി കാണ്, സൂപ്പർ പടം. നിങ്ങളിത് ഉടനെ തന്നെ തിയേറ്ററിൽ പോയി, ഇത് ഞാൻ ഈ എൻ്റെ ഈ വീഡിയോ കാണുന്നവരുടെ അടുത്ത് എല്ലായിടത്തും ഞാൻ പറയും, ഉടനെ തന്നെ തിയേറ്ററിൽ പോയി, അടുത്തുള്ള തിയേറ്ററിൽ പോയി കാണുക. നിങ്ങൾ മിസ് ചെയ്യും. ഈ സിനിമ തിയേറ്ററിൽ കണ്ടില്ലെങ്കിൽ മിസ് ചെയ്യും. സൂപ്പർ മൂവിയാണ്. എനിക്ക് വേറെ ഇതിനകത്ത് കൂടുതലൊന്നും എന്താ പറയുക ഗാർണിഷ് ചെയ്യാനില്ല. അത്രേ ഉള്ളൂ. സൂപ്പർ പടം, ഉടനെ തന്നെ പോയി കണ്ടോ. അപ്പോൾ ശരി, അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.